ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. കാരണം ഒത്തിരി കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതാണോ അതോ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പഠിക്കുന്നതാണോ നല്ലത് എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ നഴ്സിംഗും അതുപോലെ തന്നെ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല കോഴ്സുകൾക്കും ചിലപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലുള്ളത് ചിലപ്പോൾ 4 വർഷത്തെ കോഴ്സ് ചിലപ്പോൾ 3.5 വർഷമായിരിക്കാം, ചിലപ്പോൾ 3 വർഷം 6 മാസത്തെ ഇന്റേൺഷിപ്പും അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സ്, അങ്ങനെ സ്ട്രക്ചറിലും സിലബസിലൊക്കെ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും ഗവൺമെന്റ് കോളേജിലാണെങ്കിലും സിലബസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ പല കുട്ടികളും യൂഷ്വലി ചോദിക്കുന്നതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്താണ്, അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്താണെന്നുള്ളത് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതൊരു സെൻട്രൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ അതൊരു സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരം കൊടുക്കുന്നത്, UGCയുടെ അംഗീകാരത്തോടു കൂടി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്ത അപ്രൂവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തുടങ്ങുന്ന യൂണിവേഴ്സിറ്റി. അതായത് ആദ്യം ഒരു കോളേജായിട്ട് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് വലിയ ഒരു സ്ഥാപനമായിട്ട് മാറുമ്പോൾ അവർക്ക് അത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിലോട്ട് മാറ്റാൻ പറ്റും. അതായത് ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിന്നും മാറ്റി അതൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആക്കിയിട്ട് മാറ്റാറാണ് പതിവ്. അതാകുമ്പോൾ UGCയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഏത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും UGCയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇതിനുള്ള അപ്രൂവൽ കൊടുക്കുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളിപ്പോൾ ഈ അടുത്ത് കേട്ട് തുടങ്ങുന്നതായിരിക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ UGCയുടെ അപ്രൂവൽ ഉണ്ടാവും. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ MOE, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന UGCയുടെ അപ്രൂവലുള്ള, അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഡീംഡ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള മാറ്റം. അതുപോലെ തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ 2 രീതിയിലാണുള്ളത്. ഒന്ന്, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിഗ്രി കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികൾ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കൂടുതലും കേൾക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, കുഹാസ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ് കൊച്ചിയിലുള്ള അമൃത യൂണിവേഴ്സിറ്റി, കേട്ടിട്ടുണ്ടാവും. അതൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്, MOE, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ, അതുപോലെ തന്നെ UGC അപ്രൂവൽ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഫീസ് അവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്. അവർക്ക് ഏത് കോഴ്സും, പുതിയ കോഴ്സ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ കോഴ്സിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചർ അവർ തന്നെയാണ് ഇടുന്നത്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. അപ്പോൾ കോഴ്സ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അപ്രൂവൽ വരണം, അതിനൊരുപാട് ടൈം എടുക്കും. പുതിയ കോഴ്സുകളൊന്നും അധികം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ വരാൻ തന്നെ ഒരുപാട് ലേറ്റ് ആവും. ഇപ്പോൾ എമർജൻസി മെഡിസിൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അനസ്തീഷ്യ ടെക്നോളജി, ഇതുപോലത്തെ കോഴ്സുകളൊന്നും ഇപ്പോൾ നിലവിലും കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഫണ്ടിങ്ങിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് നല്ല ഫീസ് മേടിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് നല്ല ഫണ്ട് കിട്ടും. പിന്നെ അവർ പ്രൈവറ്റ് ആണ്, അത് ട്രസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കാം, ചിലപ്പോൾ പ്രൈവറ്റ് ആയിരിക്കാം, ഒരു മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലാവുന്നതുകൊണ്ട് ഫണ്ടിങ് നല്ലോണം ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോട്ട് വരും. അതുകൊണ്ട് ഡെവലപ്മെന്റ് കൂടുതലുണ്ടാവും. ഫോർ എക്സാമ്പിൾ അമൃത യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, ബിറ്റ്സ് പിലാനി, SRM യൂണിവേഴ്സിറ്റി, JSS യൂണിവേഴ്സിറ്റി, ഇതുപോലത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളിയാണ് സംഭവം. അതിന് പകരം നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഒക്കെ നോക്കുന്ന സമയത്ത് അത്ര ഫ്ലറിഷ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂല. യൂണിവേഴ്സിറ്റിയുടെ ഒരു വലുപ്പവും ഒരു ചാമിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് ഫണ്ടിങ് കൂടുതൽ ഉണ്ടാവുക എപ്പോഴും ഡീംഡ് യൂണിവേഴ്സിറ്റി, മറ്റേ ഗവൺമെന്റിന്റെ ആണ്. പിന്നെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ബിറ്റ്സ് പിലാനി അല്ലെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റി, JSS യൂണിവേഴ്സിറ്റി, ഇതുപോലത്തെ ഡീംഡ്, അപ്പോൾ അമൃത ആണെന്നുണ്ടെങ്കിൽ അമൃത യൂണിവേഴ്സിറ്റി, ഇതുപോലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് പരീക്ഷയിലൂടെ ആയിരിക്കും ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളും അവിടേക്ക് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അവരുടെ തന്നെ ഒരു എൻട്രൻസ് എക്സാമും അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും അവരെടുക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും. അതായത് ഇപ്പോൾ നീറ്റ് എക്സാം വഴി അല്ലെന്നുണ്ടെങ്കിൽ അലോട്ട്മെന്റ് വഴി, അതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ കോളേജുകളിലും ഒരു പ്രോസസ്സിൻ്റെ അണ്ടർ കൂടെ മാത്രമായിരിക്കും
എന്ത് സെലക്ഷൻ ഉണ്ടാവുക. പല ഡീംഡ് യൂണിവേഴ്സിറ്റികളും അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം അവർക്ക് തീരുമാനിക്കാം എങ്ങനെ പിള്ളേരെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പഠിക്കുമ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതാണ് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ നല്ലത് എന്നുള്ളത്. ഇപ്പോൾ JSS യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബിറ്റ്സ് പിലാനി, അല്ലെങ്കിൽ ഇതുപോലത്തെ പല ഡീംഡ് യൂണിവേഴ്സിറ്റി, ടോപ്പ് നോച്ച് ഡീംഡ് യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ തന്നെ ആയിരിക്കും വാല്യൂ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ കമ്പയറിംഗ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി നല്ല വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ റാങ്കിങ് പരിശോധിക്കാൻ പറ്റുന്നത് NIRF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ്. ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ NIRFിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓവറോൾ ഏതൊക്കെയാണ് ടോപ്പ് കോളേജസും അതിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡീംഡ് യൂണിവേഴ്സിറ്റികൾ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ പരിശോധിക്കാൻ പറ്റുന്നത് NIRFിലാണ്. ഇപ്പോൾ JSS യൂണിവേഴ്സിറ്റി NIRFിൽ 34ാമത്തെ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ SRM, അമൃത, ബിറ്റ്സ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട്, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, ഇതുപോലെ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഡീംഡ് ആണ് ഞാൻ ഈ പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇതേപോലെ NIRF റാങ്കിങ്ങിൽ വരുന്നുണ്ടാവും. പല ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി വരാത്തതും ഉണ്ടാവും. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റികൾ ഏതാ നല്ലത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് NIRF. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.